കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികൾക്കിടയിൽ വിശേഷമായ സ്ഥാനമാണുള്ളത്. കേരളീയ തന്ത്രശാസ്ത്ര പ്രകാരമുള്ള പടഹാദി, ധ്വജാദി, അങ്കുരാദി തുടങ്ങി 3 തരം ഉത്സവവും പ്രത്യേകം ആചരിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്ര ഉത്സവമാണ് തൃച്ചംബരത്തേത്. സ്ഥിരം കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതികളാണ് തൃച്ചംബരത്തുള്ളത്. ഇവിടുത്തെ ആചാരങ്ങളിലും പൂജകളിലും രീതികളിലും അത് പ്രകടമാണ്. ആനയും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഘോഷങ്ങൾ നിഷിദ്ധമായ ഇവിടെ ഉത്സവത്തിന്റെ ഇതിവൃത്തം ജ്യേഷ്ഠൻ ബലരാമനും വൃന്ദാവനത്തിലെ ഗോപാലകന്മാരൊപ്പം കൃഷ്ണനും നടത്തിയ ബാലലീലകളാണ്. 14 നാൾ നീളുന്ന ഉത്സവത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. ക്ഷേത്രത്തിൽ കുംഭം 1 മുതൽക്കുള്ള 21 ദിവസം പടഹാദി ഉത്സവവും കുംഭം 22 മുതൽ 14 ദിവസം കൊടിയേറ്റത്തോടുകൂടി ധ്വജാദിയായും മീനം 1 മുതൽ അങ്കുരാദി ഉത്സവവുമാണ് അരങ്ങേറുന്നത്. ഇതിൽ 3ാമത്തേതും താന്ത്രിക ക്രിയകളാൽ ഏറ്റവും സമ്പുഷ്ടവുമായ ഉത്സവം അങ്കുരാദി ഉത്സവമാണ്. അങ്കുരാദി ഉത്സവം എന്നാൽ മുളയിടലോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം എന്നാണ് അർത്ഥം. മീനം സംക്രമ നാളിൽ തൃച്ചംബരത്ത് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ അകത്ത് പ്രത്യേകം തയ്യാറാക്കിയ മുളയറയിൽ മുളയിടൽ ചടങ്ങ് നടക്കും. ഇതോടെ ഉത്സവത്തിന് കൂടുതൽ പ്രാധാന്യമേറുന്നു. സാധാരണ ഉത്സവങ്ങളിൽ അങ്കുരാരോപണം കഴിഞ്ഞാൽ ആണ് കൊടിയേറ്റം നടക്കുക. തൃച്ചംബരത്ത് കൊടിയേറ്റം ധ്വജാദി ഉത്സവത്തിന്റെ ഭാഗമായി കുംഭം 22 കഴിഞ്ഞു എന്നതിനാൽ മീനസംക്രമ നാളിൽ അങ്കുരാദി ഉത്സവത്തിന്റെ ഭാഗമായി ദിക്ക് കോടി പ്രതിഷ്ഠ അഥവാ ചെറുകൊടിയേറ്റം നടക്കുന്നു. പൊതുവെയുള്ള കേരള ആചാരപ്രകാരം ആറാട്ടോടെയാണ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ പരിസമാപ്തിയാകുക. എന്നാൽ ഇവിടെ ആറാട്ടും കഴിഞ്ഞ് അടുത്ത ദിവസം മീനം 6-ന് കൂടിപ്പിരിയൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ.